നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം. ഗ്രാംവില 10 രൂപ വർദ്ധിച്ച് 715 രൂപയും പവൻ വില 80 രൂപ വർദ്ധിച്ച് 57,200 രൂപയുമായി. കനം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 5 രൂപ കുറഞ്ഞത് 5,900 രൂപയിലെത്തി. വെള്ളി ആഭരണ വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 97 രൂപയിൽ തുടരുന്നു. രാജ്യാന്തര വില 2.5% ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ നേരിയ തിരിച്ചുവരവ് കാണിച്ചതാണ് കേരളത്തിലും സ്വർണ്ണവിലയെ ബാധിച്ചത്. ഔൺസിന് $2,652 ഇന്ന് വ്യാപാരം. US ഫെഡറൽ റിസർവിന്റെ പലിശ തീരുമാനത്തിന് കാതോർത്തിരിക്കുകയാണ് സ്വർണം. നാളെ തീരുമാനം അറിവായതിനു ശേഷം ചെറിയ മുന്നേറ്റം പ്രതീക്ഷിക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു. ഈ ആഴ്ച ആദ്യമായാണ് സ്വർണ്ണവില ഉയർന്നത്. രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതിയിലും റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയത്. 2023 നവംബറിൽ $3.44 ബില്യൺ ആയിരുന്നു സ്വർണ്ണ ഇറക്കുമതി. എന്നാൽ ഈ വർഷം നവംബറിൽ രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി റെക്കോർഡ് നിരക്കായ $14.86 ബില്യൺ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടി വർധനവാണ് സ്വർണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഉത്സവം, വിവാഹ ആവശ്യങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് സ്വർണ്ണ ഇറക്കുമതിയിൽ വർധനവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിലെ $32.93 ബില്യൺ നിന്ന് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ നവംബർ കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി 49% ഉയർന്ന് $49 ബില്യൺ എന്നാണ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏകദേശം 25% ശരാശരി വാർഷിക വരുമാനമുള്ള സ്വർണം നവംബർ വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തികളിൽ ഒന്നാണ്. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിൽ ശക്തമായ വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നാണ് ഉയർന്ന ഇറക്കുമതി നിരക്ക് സൂചിപ്പിക്കുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾ, ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ്, കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കൽ എന്നിവയും സ്വർണത്തിന്റെ ആകർഷണം കൂട്ടുന്നുണ്ട്. ഡൽഹിയിൽ മഞ്ഞലോഹത്തിന്റെ വില ഈ വർഷം ഇതുവരെ 23% വർദ്ധിച്ച് 10 ഗ്രാമിന് 78,350 രൂപയായി. ഈ വർഷത്തെ ബജറ്റിൽ സ്വർണത്തിന്റെ ഡ്യൂട്ടി 15% നിന്ന് 6% കുറച്ചിരുന്നു. രാജ്യത്തിന്റെ കറന്റ് അക്കൌണ്ട് കമ്മിയെ ബാധിക്കുന്ന ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 2023-24 30% ഉയർന്ന് $45.54 ബില്യൺ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ സ്രോതസ് സ്വിറ്റ്സർലാൻഡാണ്. ഏകദേശം 40% വിഹിതവും ഇവിടെ നിന്നാണ്. UAEയും 16%-ലധികം, ദക്ഷിണാഫ്രിക്കയും ഏകദേശം 10% ആണ്. തുടർന്നുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ മൊത്തം ഇറക്കുമതിയുടെ 5%-ലധികവും സ്വർണ്ണമാണ്. സ്വർണ്ണ ഇറക്കുമതിയിലെ കുതിപ്പ് രാജ്യത്തിന്റെ വ്യാപാര കമ്മി നവംബറിൽ റെക്കോർഡ് $37.84 ബില്യൺ എത്തിച്ചിരുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി പ്രധാനമായും ജ്വല്ലറി വ്യവസായത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ മാസം രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി പ്രതിവർഷം 25.32% കുറഞ്ഞ് $17.43 ബില്യൺ എത്തിയിരുന്നു. 2024 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രാജ്യത്തിന്റെ CAD $9.7 ബില്യൺ വർദ്ധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.